ഒരു ഭാഗത്ത് നിങ്ങൾ ടെക്കികൾ, മറുഭാഗത്ത് പോലീസ് സേനയും ആരോഗ്യക്കാരും. മാസം 19,000 രൂപയോളം നല്ല ചൊള പോലെ എണ്ണി മേടിക്കുന്നതല്ലേ ടെക്കികൾ. കൊറോണക്കാലമായിട്ടും അതിന് കുറവൊന്നുമില്ലല്ലോ. ബാക്കിയുള്ള പ്രൊഫഷൻസിനൊക്കെ ഒരു ഡിഗ്നിറ്റി ഉണ്ട്. എന്നാൽ കൊറോണ തുടങ്ങിയ പിന്നെ അവർ നെട്ടോട്ടത്തിലാണ് മിസ്റ്റർ. ഈ പറഞ്ഞ പോലീസുകാരും നഴ്സുമാരും എല്ലാം കണ്ണിൽ എണ്ണ ഒഴിച്ച് ഉറക്കം ഒളഞ്ഞ് കൊറോണയെ ഒട്ടിക്കാനുള്ള ഓട്ടത്തിലാണ്. സോ നാട്ടിലെ കണ്ണിലുണ്ണികളായ ഇവരെ പോലീസ് മാമാ കേട്ടില്ലേ? വല്ലാത്തൊരു ചോരത്തളപ്പിലാ പിള്ളേര്. 10-12 മാസം വർക്ക് ഫ്രം ഹോം എന്ന പേരും പറഞ്ഞ് ചുമ്മാ വീട്ടിൽ കുത്തിപ്പിടിച്ചിരുന്ന് മതി തീർന്നില്ലേ ടെക്കി? ഇനി അതങ്ങ് മതിയാക്കണം. ഇവരെ പോലെ പണിയെടുത്തൂടെ? നേരെ തിരുമേനി, ഈ പച്ചൻ ഓഫീസിൽ പോയിട്ടില്ല. ബിടെക് ആയിരുന്നു പഠിച്ചത്. വെറും 4 വർഷം കൊണ്ട് 58 സപ്ലികൾ ഒറ്റ ഇരിപ്പിന് എഴുതി പാസ്സായി ഞാൻ ടെക്നോ പാർക്കിൽ ജോലിക്ക് കയറുമ്പോ അന്ന് കൊറോണയില്ല. പിന്നെ നാട്ടിൽ കൊറോണ കൂടി ഈ 2 കൈയിലും സാനിറ്റൈസറും തേച്ച് തേജസ്വിനിയുടെ മുന്നിൽ നിൽക്കുമ്പോ ക്യൂബിൽ ഞാൻ 100ാമത്തെ ആളാ. തോക്ക് ചൂണ്ടുന്ന പോലെ തിരുനെറ്റിയിൽ തെർമോമീറ്റർ വെച്ച് സെക്യൂരിറ്റി ചൂട് നോക്കുമ്പോ 40 ഡിഗ്രി സെൽഷ്യസ്. ഉള്ളി കയറാൻ വേണ്ട ചൂടിനേക്കാളും ഒരിത്തിരി കൂടുതൽ. ക്യൂവിൽ നിന്ന് വെയിലടിച്ച് ചൂടായതാ. അന്ന് ലോക്ക്ഡൌൺ ആയി സീനായപ്പോ ഞങ്ങൾ ടെക്കികളോട് എല്ലാരോടും പറയാ, ഇനി വീട്ടിൽ ഇരുന്ന് പണിതാ മതിയെന്ന്. അന്ന് വരെ ഒരു അല്ലലുമില്ലാതെ 4 മണിക്ക് കത്തിയും അടിച്ച് കാപ്പിയും കുടിച്ച് ഓഫീസ് ചെയറിന്റെ പുറത്ത് എസിയിൽ വിസ്തരിച്ചിരുന്ന് രാജകീയമായി ചെയ്തുകൊണ്ടിരുന്ന പണിയുടെ സുഖം അവിടെ തീർന്നു തിരുവേനി. പിന്നെ സാറ് പറഞ്ഞല്ലോ ഈ ലോക്ക്ഡൌണിൽ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന്. എന്നതാടാ ഇന്നലെയും കൂടെ മൊബൈലിലിട്ട് കുത്തിക്കൊണ്ടിരിപ്പുണ്ടായിരുന്നല്ലോ. അയ്യോ ആ ബെവ്കോ ആപ്പ്. ക്യൂ നിക്കണ്ട. പിന്നെ ഒരു ദിവസം മുന്നേ കൂപ്പൺ എടുത്തോണം ആപ്പില്, മറക്കണ്ട. ഒരിറ്റ് കള്ളിന് വേണ്ടി റോട്ടിലിറങ്ങി ഈ കാണുന്ന പോലീസുകാർമാരുടെ തല്ലും മേടിച്ച് അവസാനം ബീവറേജും പൂട്ടി മുക്കിലും മൂലയ്ക്കും മദ്യം കിട്ടാതെ ആത്മഹത്യ ചെയ്യുന്നവരുടെ വാർത്ത കൂടി തുടങ്ങിയപ്പം കേരളത്തിലെ പാവം കുടിയന്മാരുടെ തൊണ്ട നനയ്ക്കാൻ സഹായിച്ചത് ഡോക്ടറോ പോലീസോ അല്ല, നിങ്ങൾ ഈ കളിയാക്കിയ ടെക്കികളാ. ഡബിൾ ഷിഫ്റ്റ് ഇരുന്ന് ഞങ്ങളുണ്ടാക്കിയ ആപ്പാ ബെവ്കോ ആപ്പ്. കഴിഞ്ഞില്ല, ഇനിയുണ്ട് വർക്ക് ഫ്രം ഹോം. കേട്ടോ തിരുമേനി, ഞങ്ങൾക്ക് ഫ്രം ഹോം നിങ്ങൾ പറയുന്ന പോലെ പട്ടുമെത്തയല്ല. ഇവനെ എന്നെ പോലെയുള്ള വർക്കിംഗ് പേരൻസിന് വർക്ക് ഫ്രം ഹോം ഒരു സർക്കസാ. പണികളെന്ന് വെച്ചാൽ കൊച്ചിനെ കുളിപ്പിക്കണം, കോൺഫറൻസ് കോളിന് ഇടയിൽ വിളിച്ചാലും കൊച്ചിന്റെ അപ്പി കഴുകി കൊടുക്കണം, കൊച്ചിന്റെ മൂക്കള തുടയ്ക്കണം. ഇനി ഒട്ടും പറ്റില്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന അനിയനെ പിടിച്ച് കോൺഫറൻസ് കോളിൽ ഇരുത്തി എന്തെങ്കിലും ചോദിച്ചാ ഐ വിൽ ഗെറ്റ് യു ബാക്ക് ഓൺ ദിസ് എന്നൊരു മറുപടിയും പറയാൻ പഠിപ്പിച്ച് പോയി ഇരിക്കണം. വർക്ക് ഫ്രം ഹോം. തിരുമേനി എന്തുവാടാ പൈസ കുറെ മേടിക്കുന്നോന്ന് എന്തോ മറ്റോ പറഞ്ഞല്ലോ. പൈസ കാശല്ലടാ, അലവൻസ്. വർക്ക് ഫ്രം ഹോം അലവൻസ്. ഡബിൾ ഷിഫ്റ്റും സെക്കൻഡ് ഷിഫ്റ്റും US ഷിഫ്റ്റും UK ഷിഫ്റ്റും ഒക്കെ എടുത്ത് വേർപ്പൊഴയ്ക്കുണ്ടാക്കുന്ന കാശാ ഈ അലവൻസ്. കേട്ടോ തിരുമേനി, ഞങ്ങൾ ടെക്കികൾ കാശ് മേടിക്കുന്നുണ്ടേ, അതിനുള്ള പണി എടുക്കുന്നുണ്ട്. വാടാ.